നമ്മുടെ ചാലിന്ന് പിടിച്ചാൽ നല്ല പൊന്തം കരിമയല്ല നല്ല കിടിലെ സിലോപ്പി നമ്മൾ മേടിക്കാൻ വേണ്ടി പോകണം. അതെ, കൈയിട്ട് പിടപ്പിക്കുന്നത് നാടൻ വരാല്. ഇന്ന് നമ്മുടെ അവിടുത്തെ ചാലിലെ മീൻപിടുത്തമായിരുന്നു. പിന്നെ അമ്മമാരവിടെ പോയി മീൻ പിടിച്ചിട്ട് നല്ല സിലോപ്പി, വലിയ സിലോപ്പി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് അമ്മമാർക്ക് മീൻ വറുത്തതും മീൻ കറിയും വെച്ച് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ട് സിലോപ്പി മാങ്ങാച്ചാറോ ഗ്രേവി കേട്ടോ. എന്റെ ഗ്രേവി അല്ല കേട്ടോ. പറഞ്ഞറിയിക്കാമേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗൈസ്. അപ്പൊ ഞങ്ങള് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളായി കേട്ടോ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ ഡെലിവറി ഡേറ്റ് ഒക്കെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലും സ്കാനിങ് ഒക്കെ ആയിട്ട് അതിന്റെ പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാനായിട്ട് പറ്റാഞ്ഞത്. ഗൈസ്, ഞങ്ങളൊരു സ്ഥലം വരെ പോയിട്ട് വരുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. നമ്മുടെ ചേട്ടന്മാരെല്ലാം കൂടിയിട്ട് നമ്മൾ ഇവിടെ ചാൽ അങ്ങ് പറ്റിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാലോ. അതെ, അവിടെ നല്ല മീനും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അതെ, നമുക്ക് കിട്ടുവാണെങ്കിൽ കുറച്ച് മേടിക്കണം. കിട്ടുവാണെങ്കിൽ ശരി, കുറച്ച് മീനൊക്കെ മേടിക്കണം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ. ചലോ. ചാല് പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. ചക്രോണ്ണൊക്കെ ഇവിടെ വാരി പിടിച്ചോണ്ടിരിക്കുക. പുറകെ പോകുന്നു. ഹരിമാവ് എന്തുകൊണ്ടത്? ചപ്പാത്തിയാന്ന് തോന്നുന്നത്. 10 കാണും. ഉണക്കിയെടുത്താ മതി. ഇവരെടുക്ക്. ഗൈസപ്പ ഇവിടെ നമ്മുടെ ഇവിടെ ചാല് പറ്റിച്ച് മീൻ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ അറിയുന്നുണ്ട്. ഈ ചോളം ചരുവായിട്ട് ഇങ്ങനെ എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാലിക്കൂടെ. ഇനി കുറച്ച് സിലോപ്പി കിടപ്പുണ്ട്, കുറച്ച് വരാലും കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ പോയിട്ട് എന്തെങ്കിലും കുറച്ച് മീൻ മേടിച്ചോണ്ട് വീട്ടിലോട്ട് പോകണം. രാവിലെ തുടങ്ങിയ പരിപാടി കേട്ടോ. ഈ ക്യാപിറ്റലായിട്ടുള്ളത് നാടൻ വരാല്. ഈസപ്പ ഇവിടെ മീൻപിടുത്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫുള്ള് പായൽ. ഇതെല്ലാം മാറ്റി കഴിഞ്ഞ അടിയിലെല്ലാം മീനുണ്ടെന്നാണ് അണ്ണന്മാർ പറഞ്ഞത്. അപ്പം മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് പോകണം. നമുക്ക് ഇവിടുന്ന് മീനെ വല്ലതും മേടിച്ചോണ്ട് പോകാം വീട്ടിലോട്ട്. അതുകൊണ്ട് പോയിട്ടൊരു കറി അങ്ങ് കാച്ചിയാലോ. ബാബാ കണ്ടമെല്ലാം പറ്റി ഉണങ്ങി കേട്ടോ. ഇത് തോട്ടി കിടക്കുന്ന വെള്ളമല്ല, നമ്മുടെ ചാലിൽ നിന്ന് അടിച്ചു കയറ്റിയ വെള്ളമാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ മുണ്ടിയായിന്ന് പിടിച്ച് നല്ല കിടില് നല്ല മീനും മേടിച്ച് നമ്മളിന്ന് വീട്ടിൽ പോയിട്ട് നല്ല കറി ഫ്രൈ വെച്ച് നമ്മളങ്ങോട്ട് തിന്നാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ചാലിന്ന് പിടിച്ചാൽ നല്ല പൊന്തം കരിമയല്ല നല്ല കിടിലെ സിലോപ്പി നമ്മൾ മേടിക്കാൻ വേണ്ടി പോകണം. അതെ, കൈയിട്ട് പിടപ്പിക്കാതെ വടി പോലെ ഇരിക്കുവാണ്. ഞങ്ങൾ വരാൻ ലേറ്റായി പോയി. നേരത്തെ വന്നിരുന്നെങ്കിൽ വടിയില്ല, ഫ്രീ ആയിട്ട് വല്ല ഇച്ചിരി നേരത്തെ വന്നിരുന്ന നല്ല കിടിലനായിട്ട് അതായത് നല്ല ജീവനോടെ കൊണ്ടുപോയിരുന്നു. വേണ്ട എല്ലാ ജീവനുള്ളത് വേണ്ട, ഇതിന് ജീവനുണ്ടോ? വേണ്ട അല്ല പിടക്കണേ. ഗൈസപ്പോൾ ഇന്ന് നമ്മുടെ അവിടുത്തെ ചാലിലെ മീൻപിടുത്തമായിരുന്നു. പിന്നെ അമ്മമാരവിടെ പോയി മീൻ പിടിച്ചിട്ട് നല്ല സിലോപ്പി, വലിയ സിലോപ്പി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് അമ്മമാർക്ക് മീൻ വറുത്തതും മീൻ കറിയും വെച്ച് കൊടുക്കാൻ പോവാണ്. അത് വെട്ടിയത് ക്ലീനാക്കി റെഡിയാക്കി എടുക്കും. അടിപൊളി സിലോപ്പി. 1 കിലോ ഉണ്ട് ഈ മീൻ. ഈ ഒരു മീൻ തന്നെ 1 കിലോ ഉണ്ട്. ഇവന്മാരെ ഇപ്പൊ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സിലോപ്പി തന്നെ അങ്ങോട്ട് വെട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഈ കത്രിക വെച്ച് വെട്ടുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അതാകുമ്പോൾ നല്ല സ്പീഡും കിട്ടും, പെട്ടെന്ന് പണിയും കഴിയും. എന്നാ അപ്പം തന്നെ സാധനം കഴിഞ്ഞു. അതെ, ബാക്ക് സൈഡ് ഇതിലൊരു വലിയ മീൻ എടുത്ത് നമുക്ക് വറുത്താലോടാ. വറുക്കാം. അപ്പം നമ്മളെ ഈയിടെ ഒരു ചെറിയൊരു പോത്തും കുട്ടനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതുപോലെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഒരു അതിഥിയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഐഡി കം. വണ്ടി നമ്മൾ ഈയിടെ കൊണ്ടുവന്ന ജർമ്മൻ ഷെപ്പേർഡാണിത്. ജർമ്മൻ ബ്രീഡിൽ പെടുന്ന. വളരെ കുഞ്ഞായിരുന്നു. ഇപ്പോൾ അവൾ 1 മാസം കൊണ്ട് അവളങ്ങ് റെഡിയായിട്ടുണ്ടല്ലേ. പേരങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഹൈഡി അല്ലേ? ഇവിടെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന കുഞ്ഞായിരുന്നു കേട്ടോ.
കൊണ്ടുവന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഫുൾ ടൈം മയക്കോ അത് ഇതൊക്കെ ആയി ഭയങ്കര പ്രശ്നമായി, അനക്കമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവളെ കൊണ്ട് 3-3 ആഴ്ചയായിട്ട് ആശുപത്രി പോവുക വരിക. പിന്നെ ദൈവത്തിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് ഇവളെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നല്ലേ. ആ ഒരു അസുഖത്തിൽ നിന്ന് അവൾ കരകയറി വന്നപ്പോഴത്തേന് നമ്മുടെ പുതിയ പോത്തിനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പോത്തിനെ അഴിച്ച് നമ്മൾ കെട്ടാനായിട്ട് പോയപ്പോഴത്തേന് ഇവള് നേരെ ഓടി വന്ന് പോത്തിൻ്റെ കാലിൻ്റെ ഇടയിൽ വന്ന് കയറി. പോത്താണെങ്കിൽ കഴുത്ത് ചവിട്ടി അങ്ങ് തിരിച്ച്. പിന്നെ കഴുത്ത് ഇങ്ങനെ ആയിരുന്നു, പിന്നെ കഴുത്ത് പിന്നെ ഇടത്തോട്ടിരിക്കുമായിരുന്നു. പിന്നെ ആശുപത്രിയിലൊക്കെ പോയി പിന്നെ റെഡിയായി. പിന്നെ ഭയങ്കര കുറുമ്പായി ഇപ്പൊ ഇല്ലേ? അതെ അതെ. പറഞ്ഞനുസരിക്കത്തൊന്നും ഇല്ല, എക്കോട്ട് പോയാൽ വഴിഞ്ഞിട്ടാ പോകുന്നത്. അതെ അതെ, ഭയങ്കര ഓട്ടോ. നാട് നടത്തിക്കച്ചാ കണ്ടോ കണ്ടോ, പേര് ഹൈഡി. നമ്മള് പേര് ഹൈഡി എന്നാണ് പേര് അല്ലേ? എന്റെ പേര് ശക്തി. ഞാൻ സ്കൂളിൽ പഠിക്കുന്നതാണ്. ശക്തി എന്നാണ്. ഞാനൊരു പാട്ട് പാടാൻ പോകുന്നത്. കടലാകുമ്പോ കരയത്തെ കട്ടല്, അന്നീരവാസ കടല്, കരയില്ല മക്കളാ കരയില്ലേ, കടും നീരന്റെ കുപ്പായം. അത് കരയാവുമോ, അത് ഇരയാവുമോ, അത് വെള്ളത്തിൽ വരച്ചൊരു വരയാവുമോ? കടൽ കടൽ ഇച്ചിന്നില്ലയോ കടൽ কടল। ইষ্টপেটেগি কমেন্ট ചെയ്യണം। অনেক ভালো, অনেক ভিডিও বানাই, অনেক মাসে অনেক টাকা পাই, আর মনটা ভালো, দিলটা সাদা। এത്ര മതി। ഞാൻ പറഞ്ഞോണ്ട് എന്നെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ കണ്ടോ മോട്ടോർ പെരയിലാന്നൊക്കെ ഞാൻ പറഞ്ഞു. നമ്മൾ മീനെല്ലാം വെട്ടി എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തീയെല്ലാം തന്നെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ അടുത്തേ ചട്ടി വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ ചട്ടി വെച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടേ. അടുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എണ്ണ ഇവിടെ ആയിട്ടുണ്ട്, നമുക്ക് കടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, തക്കാളി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ വെക്കുന്ന കറിയാണ് വെക്കുന്നത്. അതെ, നമ്മുടെ വീട്ടിൽ. ഓക്കെ, പുളി ഇട്ട് കൊടുക്കാം. പുളി, അല്പം ഉലുവ ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ അരപ്പ് എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് എല്ലാം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ കണ്ട തേങ്ങ അരപ്പ്, നമ്മൾ മീനുള്ള അരപ്പ് നമ്മൾ കണ്ട ചേർത്തുകൊണ്ടിരിക്കുവാണേ. അരപ്പ് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഇളക്കി വെച്ചാൽ കൊണ്ടുവന്നു കുരുമുളകും എല്ലാ സാധനവും എല്ലാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, തേങ്ങ ഇതെല്ലാം കൂടെ അരച്ച് മിക്സ് ചെയ്തത്. അത് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ലാരും, കാതിലാണേ തുടങ്ങില്ല. നമ്മൾ അരപ്പെല്ലാം തന്നെ ഇവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, കല്ലുപ്പ്. ഇതേപോലെ നമ്മുടെ മീനിന്റെ അരപ്പ് കിടന്ന് അങ്ങോട്ട് തിളക്കിയത് കണ്ടില്ലേ അച്ഛാ? മീൻ ഇറക്കി കൊടുക്കാം. അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് കൊടുക്കാം. അങ്ങോട്ട് അതുകൊണ്ട് ആ തന്നെ നമുക്ക് തല അങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. തല, വാല്, ഇടക്കഷ്ണം. ആ ഇറക്കി അങ്ങോട്ട് കുടഞ്ഞ. അല്പം കരിയാപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ തിളയ്ക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്, നല്ല തേങ്ങ അരപ്പിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഉപ്പോ? ഓക്കെ, കുറച്ച് ഉപ്പ് അങ്ങോട്ട് കൊടുക്കുവാണേ. കുറച്ച് ഉപ്പ് നമ്മളിട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ മീനെല്ലാം പറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ആഹാ, പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് തൂകി അങ്ങോട്ട് കൊടുക്കുവാണേ. നമ്മുടെ മീൻ കിടന്ന് അങ്ങോട്ട് തിളയ്ക്കുന്ന തിളപ്പ് കണ്ടോ. എല്ലാം ഒഴിച്ചു. ഇതിപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയാക്കി നമ്മൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ താരം നേട്ടം നമ്മുടെ അടിപൊളി സിലോപ്പിയ കേട്ടോ, മസാലയൊക്കെ തേച്ചിട്ട് റെഡിയാക്കി വെച്ചേക്ക് വരില്ല ചാ. റെസ്റ്റ് വെച്ചേക്കായിരുന്നു. അവനെ നമുക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇമാരെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് കൊടുക്കാം അല്ലേ? അതെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും മീനെ പിടിച്ച് നമുക്ക് വറക്കാം കേട്ടോ. വാ, ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. വാ, അപ്പോൾ നമ്മൾ ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ എണ്ണ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കറക്കി അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് മെരിച്ചങ്ങോട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ മീനെ നമ്മളങ്ങോട്ട് ഇറക്കി കൊടുക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ തെന്നിച്ചങ്ങോട്ട് ഇറക്കാം അങ്ങോട്ട്.
ഇനി നമ്മൾ വേണ്ടേ സെറ്റ് അടിപൊളി മണം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ അങ്ങോട്ട് നമ്മൾ വേണ്ടേ എണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് ഓടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞങ്ങോട്ട് വരട്ടെ കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ നല്ല സിലോപ്പി കറിയും വേണ്ട നല്ല സിലോപ്പി വറുത്തത് സെറ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ചൂട് ചോറും എല്ലാം നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ആ കറി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം, ഈ മീൻ വറുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല കൂട്ടിക്കുഴച്ച് അങ്ങോട്ട് തിന്നണം. അതെ. അപ്പോൾ നമ്മൾ വേണ്ട ചൂട് ചോറല്ല, തണുത്ത ചോറാണ്. കലം തൂത്തുവാരിയാണ് നമ്മൾ ഇന്ന് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേണ്ട നമ്മുടെ ദാസവും പറഞ്ഞാൽ നമ്മുടെ നല്ല കറിയൊക്കെ പറ്റി വേണ്ട അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നമുക്കൊരു പിടി നമ്മുടെ നല്ല സിലോപ്പി കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. സിലോപ്പിയുടെ കഷ്ണം നോക്കി നമ്മൾ നല്ല അടിപൊളി കറി അങ്ങോട്ട് വെച്ചിട്ടുണ്ടേ. അത് പോതും, നമ്മൾ ഇത്രയും പേരേ ഉള്ളല്ലോ കഴിക്കാൻ. ഗൈസ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരാരും ഇവിടെ ഇല്ല കേട്ടോ. എല്ലാവരും അമ്മ വീട്ടിലും എല്ലാവരും അവിടെ ഇവിടെ കറങ്ങാനായിട്ട് പോയേക്കുവാണ് കേട്ടോ. അതുകൊണ്ടാണ് പിള്ളേരാരെയും കാണാഞ്ഞത്. അല്ലാതെ നമ്മുടെ മീൻ കറി എല്ലാവരും തൂത്ത് വാരിയിട്ട് പോകത്തുള്ളായിരുന്നു. പിന്നെ ശിവശക്തി ഉണ്ടായിരുന്നു. അവന്മാരുടെ ചേച്ചിമാരുടെ കൈകൊട്ടിക്കളി ഉണ്ട്, അത് കാണാൻ വേണ്ടി അവന്മാർ പോയേക്കുവാണ് കേട്ടോ. അതുകൊണ്ടാണ് അവന്മാർ കാണാത്തത്. പിന്നെ രേശു വീട്ടിൽ നിന്ന് കാണാം, അവൾ അകത്താണ് കേട്ടോ, അവൾ റെസ്റ്റിനാണ്. അതുകൊണ്ടാണ് വീടിക്കകത്തൊന്ന് കാണാൻ കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ നമ്മൾ സെറ്റാക്കി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ മീൻ കറി മീൻ വറുത്തത് അങ്ങോട്ട് നമ്മൾ ഇറക്കി അങ്ങോട്ട് കൊടുക്കും ഇല്ലടാ. അപ്പോൾ നമ്മൾ ചട്ടി വറുത്തുകൊണ്ടാണ് ഒരു ചെറിയ പ്രശ്നം വന്നേക്കുന്നത്. അങ്ങോട്ട് വെച്ചേ അതങ്ങോട്ട് കേട്ടെ. ഇത് ഗൈസ് അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് പോകണം കേട്ടോ. അതിൻ്റെ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ നല്ല മീൻ കറിയും ചോറും നല്ല അടിപൊളി മാങ്ങാച്ചാറും എല്ലാം ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ കേട്ടോ. കഴി വേണ്ടേ ഇങ്ങോട്ടോ. നല്ല എന്തോളം ഞാൻ മീൻ ഞാൻ എടുക്കാം. ആ കുരുമുളകൊക്കെ എടുത്തറിയാനുണ്ട്. അതെ വേണ്ടേ. എങ്ങനെയുണ്ടമ്മേ? കൊള്ളാമോ? കൊള്ളാം നല്ല കുരുമുളകിന്റെ കൊള്ളാമോ? ബലേപേഷ് അച്ഛൻ മീൻ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ശകലം ചോറും അച്ചാറും എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് ഇച്ചിരി അച്ചാറും കൂടെ കൂട്ടി ഒരു പിടി. ഓ ഇങ്ങോട്ടാ. സൂപ്പർ അല്ലേ? എങ്ങോട്ടാ? കൊള്ളാം. അമ്മ എങ്ങനെയുണ്ടമ്മേ? സൂപ്പർ അല്ലേ? എങ്ങോട്ട് ടേസ്റ്റ് ഉണ്ട്? പറഞ്ഞറിയിക്കാമേ ഗൈസ്. അപ്പോൾ ഞാൻ വേണ്ട കഴിക്കാൻ പോകട്ടെ. എനിക്കാണെങ്കിൽ കൊതി വന്നിട്ട് പോയി സത്യം പറഞ്ഞു കേട്ടോ. അതെ നല്ല അടിപൊളി കറി ഇതണ്ടേ. ആ മാങ്ങ അച്ചാർ അങ്ങോട്ട് വെക്കുക. ഈ മാങ്ങ അച്ചാറും ആ മീൻ ചാറും അങ്ങോട്ട് കുഴയ്ക്കണം കേട്ടോ. ആദ്യം ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ട് കേട്ടോ. സിലോപ്പി കേട്ടോ. അച്ചാറ് കഴിച്ചേ. പോട്ടെ. മതി. മാങ്ങ അച്ചാറും ആ ഗ്രേവി കേട്ടോ. മാങ്ങ അച്ചാറും നമ്മുടെ മീനിൻ്റെ ഗ്രേവി എല്ലാം കേട്ടോ. നമ്മൾ കണ്ട മീൻ വറുത്ത കേട്ടോ. മീൻ വറുത്താണ് നല്ല അടിപൊളി മീൻ വറുത്ത്. ചൂട് സാധനമാണേ. ഗൈസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വയ്യ, വയറെല്ലാം നിറഞ്ഞ് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറായിരുന്നു. സൂപ്പർ പരിപാടി. അതുപോലെയായതല്ലേ? ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കിടിലനായിരുന്നു, സൂപ്പറായിരുന്നു. ഫാന്റാസ്റ്റിക്, ഇലാസ്റ്റിക്, പ്ലാസ്റ്റിക്. കൊള്ളാം, സൂപ്പറായിരുന്നല്ലേ? അടിപൊളി പൊളി. ഇനി അതിന് വേറൊരു പേരില്ല. നല്ല കറിയായിരുന്നു, നല്ല വറുത്ത മീൻ, എല്ലാം കൂടെ നല്ല സുഖമായിരുന്നു ചോറുണ്ണാൻ. നല്ല രുചിയുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല കറിയായിരുന്നു. നല്ല കുരുമുളകിന്റെ
ഇതൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഇതായിരുന്നു. അടിപൊളിയായിരുന്നല്ലേ? വലിയ മീനും കൂടെ ആയിരുന്നതുകൊണ്ട് നല്ല രുചിയായിരുന്നു. അപ്പം നേരെ ഉരുട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസ്റ്റ് എടുക്കണം. സുബിനെയൊക്കെ കൊണ്ട് വീട്ടിൽ വിടണം. അപ്പോൾ എന്തായാലും പറഞ്ഞങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര. അപ്പോൾ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നാളത്തെ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, കാണാം. ഇതെന്താ കേല ഇങ്ങനെയൊക്കെ നിൽക്കുന്നു.